സങ്കീർത്തനം 103:9. അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. സർവശക്തനായ സ്വർഗീയ പിതാവിൻ്റെ മാത്രമായ ഒരു സ്വഭാവ വിശേഷതയാണ് എന്നേക്കും കോപം സംഗ്രഹിച്ചു വയ്ക്കാത്തത്. നാമൊക്കെ നമ്മെ വേദനിപ്പിച്ചവരെ, വേദനിപ്പിച്ച സാഹചര്യങ്ങളെയൊക്കെ ഓർമ്മയിൽ കൊണ്ടു നടക്കുന്നവരാണ്. നാം എത്ര മറന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ ബാക്കി പത്രം നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കും. സാഹചര്യം വരുമ്പോൾ അതിൽ ചിലതൊക്കെയെങ്കിലും നമ്മുടെ ഓർമ്മയിൽ വരികയും അതൊക്കെ നാം പറയുകയും ചെയ്യും. എന്നാൽ ഒരിക്കൽ മറന്നാൽ എന്നേക്കുമായി അത് മറന്നതായി കണക്കാക്കുന്നത് ദൈവം മാത്രമാണ്. ഒരിക്കലും നമ്മോടുള്ള കോപം ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മോട് അപ്രകാരം തിരിച്ച് പ്രവർത്തിക്കാത്ത ഒരു ദൈവം. നാം എത്രമാത്രം ഓടിയൊളിച്ചാലും നമ്മെ സ്നേഹത്തോടെ തേടിയെത്തുന്ന സ്നേഹം, നശിപ്പിക്കുകയും പ്രതികാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സങ്കീർത്തനം 30:5 അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് എന്ന് നാം വായിക്കുന്നു. നമ്മൾ നമ്മുടെ മക്കളോട് കോപിച്ചാൽ അത് ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിന്നേക്കാം. എന്നാൽ അതിലും എത്രയോ നമ്മെ സ്നേഹിക്കുകയും നമ്മോട് രമ്യതയ്ക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമുക്കുള്ളത്. യെശയ്യാവ് 57:16 ഞാൻ എന്നേക്കും വാദിക്കുകയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല, അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ കോപത്തിൻ്റെ മുൻപിൽ നമുക്കൊരിക്കലും നിൽക്കുവാൻ സാധ്യമേ അല്ല. കാരണം ഈ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. രമ്യാവ് 3:12 ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവ പ്രവാചകനിൽ കൂടി അരുളിച്ചെയ്തു. മീഖ 7:18 അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിന് ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് പിൻപറ്റുവാൻ ദൈവം കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാതൃക, ആരോടും കോപമോ കയ്പോ വെച്ചു പുലർത്താതെ എല്ലാവരോടും പക്ഷാഭേദമില്ലാതെ ക്ഷമിക്കുവാൻ കഴിയണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരസ്യമാക്കാത്ത രഹസ്യ നീരസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നിർമ്മല മനസാക്ഷിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, കോപിക്കാതിരിക്കുവാൻ, കോപം ഹൃദയത്തിൽ സംഗ്രഹിക്കാതിരിക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.